ഹായ്, ഞാൻ ബാപ്പുട്ടി പാറൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ബാത്റൂമിൻ്റെ കുയ്യ് അല്ലെങ്കിൽ ഒരു വേസ്റ്റിൻ്റെ കുയ്യ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം മിനിമം നമ്മൾ ഒരു വേസ്റ്റിൻ്റെ കുയ്യ് അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ ഒരു വീടിന് 2 വേസ്റ്റിൻ്റെ കുയ്യ് വേണം. ഒന്ന് നമ്മളെ ബാത്റൂമിൽ നിന്ന് വരുന്നതും പിന്നെ നമ്മളെ അടുക്കളയിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള 2 കുയ്യ് വേണം. അതൊക്കെ നമ്മൾ 2 കുയ്യ് എടുക്കുമ്പോൾ തന്നെ എന്തായാലും ഒരു 10-15,000 റുപ്യ എന്തായാലും ഒരു കുയ്യിന് ചിലവാണ്. ഒരു കുയ്യ് കുത്തണമെങ്കിൽ 1000 റുപ്യ എന്തായാലും ഒരു പണിക്കാരന് കൊടുക്കണം. പിന്നെ അതിക്ക് റിങ് ഇടണമെങ്കിൽ ഒരു റിങ്ങിന് എന്തായാലും 2500 റുപ്യ 3000 റുപ്യ അതും കൊടുക്കണം. അങ്ങനെ തീരെ ചിലവില്ലാത്തൊരു രീതിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കിണറിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ബാത്റൂമിൻ്റെ കുയ്യ്, ഇത് വേസ്റ്റിൻ്റെ കുയ്യാണ്. വേസ്റ്റിൻ്റെ കുയ്യ് ഓട് വെച്ചിട്ട് പടുത്തേക്കാണ്. ഓട് വെച്ച് ആകെ 200 ഓടിൻ്റെ താഴത്തെ വന്നിട്ടുള്ളൂ. ഒരു ഓടിന് എനിക്ക് 5 റുപ്യ ചാർജ് വന്നിട്ടുള്ളൂ. 200 ഓട് നമ്മൾ ഒരു വേസ്റ്റിൻ്റെ കുയ്യന് വന്നു. അതിൻ്റെ വേസ്റ്റിൻ്റെ കുയ്യൻ്റെ മേലെ ഒരു ചെറിയൊരു കെട്ടും കെട്ടിയിട്ട് ഇവിടെ നമ്മൾ വേസ്റ്റിൻ്റെ പൈപ്പ് വരുന്ന സ്ഥലമാണ്. ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് കാര്യം ചെയ്തിരിക്കുന്നത്. എനിക്കാകെ ഈ ഓടിൻ്റെ പൈസ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. കുയ്യ് ഞാൻ കുത്തി, നമ്മൾ ആക്കം പോലെ കുത്തിയാൽ മതിയല്ലേ, നമുക്ക് തന്നെ അല്ലേ. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് നമ്മളെ ഓരോ വീഡിയോകളും ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ആളുകളും ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ, നല്ലൊരു സംഖ്യ വേണം സാധാരണക്കാർക്ക് വീട് കയറ്റണമെങ്കിൽ. അപ്പോൾ ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു 10 റുപ്യ അല്ലെങ്കിൽ മിനിമം ഒരു 6-7 റുപ്യ ഒരു വേസ്റ്റിൻ്റെ കുയ്യന് വേണം. ഇത് നമുക്ക് ആകെ 1000 റുപ്യേൻ്റെ മുടക്കുള്ളൂ. കുയ്യ് ഞാൻ കുത്തി ഇങ്ങനെ ഓട് വെച്ച് അടുക്കി വെച്ച് ക്ലിയറാക്കി, ഇതിൻ്റെ അടിയിൽ നമ്മൾ ചെറിയ പീസൊക്കെ വെച്ചിട്ട് നല്ല ക്ലിയറാക്കിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് 2 കുയ്യ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുയ്യ് ഞാനിവിടെ പഴയ റിങ് ഉണ്ടായിരുന്നു. പഴയ റിങ് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ പഴക്കമുള്ളൂ. അപ്പോൾ അത് ക്ലിയറാക്കിയിട്ട് അതിന് ഞാൻ കുയ്യൊക്കെ കുത്തി ഇങ്ങനെ ചെയ്തു. പിന്നെ ഒന്ന് പഴയ കല്ല്, നമ്മൾ ബാത്റൂമിൻ്റെ ഇതിന് പഴയ കല്ല് വെച്ചിട്ട് അതും ഞാൻ കുയ്യ് JCB കൊണ്ട് കുത്തിച്ചു. അത് പിന്നെ അത്യാവശ്യം വലിയ കുയ്യ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല ലാഭം ഉണ്ടാക്കാം. ലാഭം ഉണ്ടാക്കുന്നത് മാത്രമല്ല, നമ്മളെ വീടിന് നമുക്ക് പണിയെടുക്കാമല്ലോ. ഇതിന് മുമ്പ് ഞാൻ കിണറിൻ്റെ ആൾമറൻ്റെ കാര്യങ്ങൾ ആണ്. കിണറാണ് കിണർ ആൾമറ ഞാൻ തന്നെ കെട്ടിയതാണ്. ഇങ്ങനെ നമ്മളെ ചെറിയ പൈസ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ നമുക്കിങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. എല്ലാവരും ഇതിനൊക്കെ ശ്രമിക്കണം. നല്ല സിമ്പിളായിട്ട് ചെയ്യുക, ചെറിയ ചാർജ് വരുള്ളൂ.